Hi everyone, welcome back to my classroom. Today's topic is functions of HRM. What are the important functions of HRM? The functions are classified into three categories. First one, managerial function. Second one, operative function. And last one, advisory functions. Human resource or personnel management is established in most of the organizations under the charge of an executive known as human resource or personnel manager. The personnel department gives assistance and provides services to all other departments of personnel matters. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടെ HR അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഫങ്ഷൻസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഹെഡിനെയാണ് പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ HR മാനേജർ എന്ന് പറയുന്നത് ഹി അണ്ടർടേക്ക് ദി ഇൻചാർജ് ഓഫ് HR ഡിപ്പാർട്ട്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് ചെയ്യുന്ന ആളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം പേഴ്സണൽ മാറ്റേഴ്സിൽ സർവീസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു മാനേജീരിയൽ ഫങ്ഷൻസ് ഡിസ്കഷൻ. Managerial functions include planning, organizing, directing, controlling, and coordination. Human resource manager is a part of organizational management. So he must perform the basic managerial functions of planning, organizing, directing, and controlling in relation to human resource department. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ്. ഏതൊരു ഫങ്ഷൻ്റെയും ഫസ്റ്റ് ഫങ്ഷൻ ഏതായിരിക്കും, പ്ലാനിങ് അല്ലേ. എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കുക, പ്ലാൻ ചെയ്ത് വയ്ക്കുക. Planning is necessary to determine the goal of the organization and lay down policies and procedure to reach the goal. ഏതൊരു ഓർഗനൈസേഷൻ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പോളിസീസ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രീ പ്ലാൻ ചെയ്ത് വെക്കണം. അതിനെന്ത് വേണം, പ്ലാനിങ് വേണം. ഫോർ എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പ്ലാനിങ് means the personnel programs that will contribute to the goal of the enterprise, that is anticipating the vacancies, planning sources of recruitment, etc. The process of personnel planning involves three essential steps. ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പ്ലാനിംഗ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വാക്കൻസീസ് വരുന്നുണ്ട്, അതിലേക്ക് എത്ര നമ്പർ ഓഫ് പേഴ്സൺസിന് ആവശ്യമാണ്, ഏതൊക്കെ തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് ഉണ്ട്, അതിൽ നമുക്ക് ഏതൊക്കെ സോഴ്സിലൂടെ റിക്രൂട്ട് ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം എംപ്ലോയീസിന് വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു സ്റ്റേജാണ് പ്ലാനിങ് പ്രോസസ്സ് പറയുന്നത്. മെയിനായിട്ട് അതിനകത്ത് വരുന്ന സ്റ്റെപ്സിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഫോർ ഈച്ച് ജോബ് കാറ്റഗറി ഈസ് മെയ്ഡ്. ഓരോ ജോബ് കാറ്റഗറിയിലേക്കും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് എംപ്ലോയീസ് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് ലേബർ മാർക്കറ്റിൽ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് അവൈലബിൾ ആണ്, ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസാണ് അവൈലബിൾ, എത്ര ഡിമാൻഡ് ഉണ്ട് എംപ്ലോയീസിന്, ഓരോ ഓർഗനൈസേഷൻസിനും എത്ര നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ലേബേഴ്സ് ഉണ്ട്, ഏതൊക്കെ ക്വാളിഫിക്കേഷനിലുള്ള എംപ്ലോയീസിനെയാണ് വേണ്ടത്, എത്ര പേരെ വേണം, അതിനുള്ള അവൈലബിലിറ്റി ഉണ്ടോ, അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാം. ദിസ് സ്റ്റെപ്പ് റിക്വയർ നോളജ് ടു ബോത്ത് ലേബർ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് സ്ട്രാറ്റജിക് പോസ്റ്റർ ആൻഡ് ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതിന് ഏതൊക്കെ ഫീൽഡിൽ നോളജ് ഉണ്ടായിരിക്കണം, ലേബർ മാർക്കറ്റിനെ കുറിച്ച് അവിടുത്തെ കണ്ടീഷൻസ് അറിയണം, സ്ട്രാറ്റജിക് പോസ്റ്ററിനെ കുറിച്ച് അറിയണം, ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണെന്നുള്ളത് അറിയണം. സെക്കൻഡ്ലി, നെറ്റ് ഷോർട്ടേജ് ആൻഡ് എക്സസ് ഓഫ് പേഴ്സണൽ ബൈ ജോബ് കാറ്റഗറി ആർ പ്രൊജക്റ്റഡ് ഫോർ സ്പെസിഫിക് ടൈം സോൺ. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ട ജോബ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, അത് നെറ്റ് ഷോർട്ടേജ് എത്രയാണ് അല്ലെങ്കിൽ എക്സസ് എത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അറിഞ്ഞിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എത്ര ഷോർട്ടേജ് ഓഫ് എംപ്ലോയീസ് ഉണ്ട് അല്ലെങ്കിൽ എക്സസ് ആണെങ്കിൽ എത്ര എക്സസ് നെറ്റ് നമ്പർ അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ടുള്ള നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എക്സസ് ആണോ ഷോർട്ടേജ് ആണോ അത് അറിഞ്ഞിരിക്കണം. Finally, plans are developed to eliminate forecast shortage and excess of particular category of human resources. ഇത് മാത്രമല്ല, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ തേർഡ് സ്റ്റേജിൽ ഫ്യൂച്ചറിൽ ഒരു ഷോർട്ടേജോ എക്സസോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അത് എലിമിനേറ്റ് ചെയ്യാനും കൂടിയാണ് ഈ പ്ലാനിങ് ചെയ്യുന്നത്. കറൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കി ഷോർട്ടേജും എക്സസും ക്ലിയർ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാവിയിലുള്ള ഷോർട്ടേജും എക്സസും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. And second function is organizing.
Once a human resource manager has established objectives and developed plans and programs to reach them, he must design and develop organization structure to carry out various operations. പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, അതിൻ്റെ അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രൊസീജിയർ എന്താണ്, അത് ഡിസൈൻ ചെയ്യലാണ്, ഡെവലപ്പ് ചെയ്യലാണ് ഓർഗനൈസിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ വേണം പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗ്രൂപ്പിംഗ് ഓഫ് പേഴ്സണൽ ആക്ടിവിറ്റി ലോജിക്കലി ഇൻ ടു ഫങ്ഷൻസ് ഓർ പൊസിഷൻസ്. ഗ്രൂപ്പിംഗ് ഓഫ് പേഴ്സണൽ ആക്ടിവിറ്റി പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഫങ്ഷനിങ് ചെയ്യേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫങ്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ജോബിൻ്റെ പൊസിഷൻസ് ആയിട്ടോ ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. അസൈൻമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓർ പൊസിഷൻ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ദെൻ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പ് ഓഫ് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്ത വർക്ക് ഓരോ ഇൻഡിവിജ്വൽസിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ഡിഫറെൻറ്റ് ഫങ്ഷനായിട്ടോ പൊസിഷനായിട്ടോ ഓരോ ഇൻഡിവിജ്വലിനെ ഏൽപ്പിച്ച് കൊടുക്കുക. Delegation of authority according to task assigned and responsibilities involved. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡെലിഗേറ്റിംഗ് ദി അതോറിറ്റി. അവർക്ക് ആ ടാസ്ക് ചെയ്യാനുള്ള അധികാരം കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അവർക്ക് ആ ജോലി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിനും അസൈൻ ചെയ്ത ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇത്രയും ഫങ്ഷൻസാണ് ഓർഗനൈസിങ്ങിൽ വരുന്നത്. പ്ലാൻ ചെയ്ത കാര്യങ്ങളെ എങ്ങനെ അറ്റൈൻ ചെയ്യാം, അതിനുവേണ്ടി ടാസ്കിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ ടാസ്ക് ഓരോ ഇൻഡിവിജ്വൽസിനും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ആവുകയാണ്. ടോപ്പ് ലെവലിൽ ആരൊക്കെ അവർ ചെയ്യേണ്ട ഫങ്ഷൻസ് ഏതൊക്കെയാണ്, മിഡിൽ ലെവലിൽ ആരൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ലോവർ ലെവലിലുള്ള എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണ്, അവർ ഓരോ എംപ്ലോയീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണ്. ഇതിലൂടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഫങ്ഷൻ ഈസ് ദ പ്ലാൻസ് ആർ ടു ബി പ്യുവർ ഇൻ ടു എഫക്റ്റ് ബൈ പീപ്പിൾ, ബട്ട് ഹൗ സ്മൂത്ത്ലി പ്ലാൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഡിപ്പെൻഡ് ഓൺ മോട്ടിവേഷൻ ഓഫ് പീപ്പിൾ. Direction function of personal manager involve encouraging people to work willingly and effectively for the goal of the enterprise. ഡയറക്ഷൻ എന്ന് പറയും പ്ലാൻ ചെയ്ത കാര്യം പീപ്പിളിലൂടെയാണ് അറ്റൈൻ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. അപ്പോൾ സ്മൂത്തായിട്ട് ഈ പ്ലാന് എംപ്ലോയീസിലൂടെ അറ്റൈൻ ചെയ്യുമ്പോൾ അവരെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അവർ സ്വമേധയാ അവർ സാറ്റിസ്ഫാക്ഷനോട് കൂടി എൻകറേജ് ചെയ്യണം, അവർ വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എന്നുള്ള ഫംഗ്ഷനിലൂടെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനൊക്കെ. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ ഉണ്ടാക്കുക, അവരെ മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഡയറക്ഷനിലൂടെ ചെയ്യേണ്ട ടാസ്ക്കാണ്. ഡയറക്ഷൻ എന്നുള്ള ഫംഗ്ഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. ഇൻ അതർ വേർഡ്സ്, ഡയറക്ഷൻ ഫംഗ്ഷൻ ഈസ് മെൻറ്റ് ടു ഗൈഡ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ ടു അക്കംപ്ലിഷ് പേഴ്സണൽ പ്രോഗ്രാംസ്. പേഴ്സണൽ പ്രോഗ്രാംസ് അക്കംപ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പീപ്പിളിനെ എന്ത് ചെയ്യണം, ആ എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. അത് ചെയ്യുന്നത് ഡയറക്ഷൻ എന്നുള്ള ഫംഗ്ഷനിലൂടെയാണ്. The HR manager can motivate employees in an organization through career planning, salary administration, ensuring employee morale, developing cordial relationships and provision of safety requirement and welfare of employees. ഇത്രയും ആക്ടിവിറ്റീസിലൂടെ വേണം പേഴ്സണൽ മാനേജർ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ. അവരെ കരിയർ പ്ലാനിങ്ങിന് വേണ്ട കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, സാലറി അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിരിക്കണം, എംപ്ലോയീസിൻ്റെ മൊറൈൽ എൻഷുർ ചെയ്യണം, അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് അവരുടെ ഹെൽത്ത് സേഫ്റ്റി എല്ലാം എൻഷുർ ചെയ്യണം, വെൽഫെയർ ഓഫ് എംപ്ലോയീസ് എൻഷുർ ചെയ്യണം. ഇതിലൂടെയാണ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദി മോട്ടിവേഷണൽ ഫംഗ്ഷൻ പോസസ് എ ഗ്രേറ്റ് ചാലഞ്ച് ഫോർ എനി മാനേജർ. ഏതൊരു മാനേജർക്കും അത് വലിയൊരു ചാലഞ്ചാണ്. പേഴ്സണൽ മാനേജർ മസ്റ്റ് ഹാവ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ നീഡ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മീൻസ് മെത്തേഡ്സ് ടു സാറ്റിസ്ഫൈ ദം. ആ നീഡ്സ് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും നീഡ് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പ്രത്യേക എബിലിറ്റി അല്ലെങ്കിൽ കഴിവ് തന്നെ വേണം. ആ ഒരു നീഡ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ വാണ്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, അതിനെന്തൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം, ഇതൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? പേഴ്സണൽ മാനേജറാണ്.
അല്ലെങ്കിൽ HR മാനേജറാണ്. മോട്ടിവേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആസ് എ ന്യൂ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് എമേർജ് എമംഗ് എംപ്ലോയീസ് വെൻ ഓൾഡ് വൺ ആർ സാറ്റിസ്ഫൈഡ്. ഓരോ മനുഷ്യരും ശരിക്കും എംപ്ലോയീസ് അല്ലേ, ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ ഓരോ മനുഷ്യരും ശരിക്കും എന്താണ് നീഡ്സ് ആൻഡ് വാൺസ് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നീഡ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരെണ്ണം അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ നീഡ്സ് ആൻഡ് വാൺസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ വേറൊന്ന് വരും. അത് കണ്ടുപിടിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് HR മാനേജേഴ്സ് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഫംഗ്ഷൻ കൺട്രോളിങ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെഗുലേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലാൻസ് വിച്ച് ഇൻ ടേൺ ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. Thus controlling complete cycle and lead back to planning. It involves observation, comparison of result with the standard and correct deviations that may occur. Controlling helps the personnel manager or HR manager to evaluate the control performance of personnel department in terms of various operative functions. It involves performance appraisal, critical examination of personnel records and statistics and personnel audit. Controlling എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? അസൈൻ ചെയ്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാനാണ്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിങ്. ഇവിടെ എങ്ങനെയാണ്, പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ടാസ്ക് എന്താ പറയുക, ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വൽസിനും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് പെർഫോം ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദെയർ പെർഫോമൻസ് അവർ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താ ചെയ്യാൻ പോകുന്നത്, പ്ലാൻ ചെയ്ത പോലെ ഏൽപ്പിച്ചു കൊടുത്ത വർക്ക് കറക്റ്റായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച പ്ലാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ആക്ച്വൽ പെർഫോമൻസും സെറ്റ് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ മേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അവിടെ എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സ് കൺട്രോളിംഗ് എന്നാണ് വിളിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പ്ലാൻ ചെയ്യുക, കറക്റ്റ് ആക്ഷൻ ചെയ്യുക, ആ ആക്ഷനും പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും കൂടെ കമ്പയർ ചെയ്യുക. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. ഈ പ്രോസസ്സും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ മാനേജീരിയൽ ഫങ്ഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ 8 ഫങ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രൊക്യൂർമെൻറ്റ് ഓർ എംപ്ലോയ്മെൻറ്റ്, നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ്, തേർഡ് വൺ കോമ്പൻസേഷൻ, നെക്സ്റ്റ് മെയിൻ്റനൻസ്, മോട്ടിവേഷൻ, പേഴ്സണൽ റെക്കോർഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് സെപ്പറേഷൻ. ഫസ്റ്റ് പ്രോസസ് പ്രൊക്യൂർമെൻറ്റ് ഓർ എംപ്ലോയ്മെൻറ്റ്. പ്രൊക്വയർ ചെയ്യുക പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിന് അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊക്വയർമെൻറ്റ്. അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൊക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എംപ്ലോയ്മെൻറ്റ്. ദ ഫസ്റ്റ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ് ഓഫ് പ്രോപ്പർ കൈൻഡ് ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ് നെസസറി ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യക്തികളെ, ലാബേഴ്സിനെ കണ്ടുപിടിച്ച് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദിസ് ഇൻവോൾവ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് എക്സെട്ര. ഇതിനകത്ത് ഏതൊക്കെ വരും, റിക്രൂട്ട് ചെയ്യലും സെലക്ട് ചെയ്യലും അവർക്ക് പ്ലേസ് ചെയ്യലും എല്ലാം ഇതിനകത്ത് വരും. ബിഫോർ ദീസ് പ്രോസസ് ആർ പെർഫോംഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിറ്റർമിൻ ദി മാൻ പവർ റിക്വയർമെൻറ്റ് ബോത്ത് ഇൻ ടേംസ് ഓഫ് നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ. ഇതിനൊക്കെ മുന്നേ എന്ത് ചെയ്യണം, എത്ര മാൻ പവർ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമുണ്ട് എന്നുള്ളത്. അത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്ര നമ്പർ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഏത് ക്വാളിഫിക്കേഷൻസുള്ള എംപ്ലോയിനെയാണ് വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കും സെലക്ഷനിലോട്ടും വരും. ഓക്കെ, അവിടെ ഏതൊക്കെ ലേബേഴ്സിനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ലേബേഴ്സിനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. നെക്സ്റ്റ് ഇൻഡക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ഇൻഡക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഈസ് ഫോർ എ ബെറ്റർ പെർഫോമൻസ് ഓൾസോ കം അണ്ടർ ദ എംപ്ലോയ്മെൻറ്റ് ഓർ പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ. പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിന് കൊടുക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്, ഒരു പരിചയപ്പെടുത്തൽ ചടങ്ങാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിന്, പുതിയ എംപ്ലോയീസിന്, ന്യൂ എംപ്ലോയീസിന് ഇൻട്രൊഡ്യൂസ് about their organization, their responsibility, duties, their boss. ഓക്കെ, അതായത് സുപ്പീരിയേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ വർക്ക് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താ, റെസ്പോൺസിബിലിറ്റീസ് എന്താ, ഓർഗനൈസേഷൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇൻഡക്ഷനിലൂടെ ചെയ്യുന്നത്.
സെക്കൻഡ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഈസ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ചെയ്യേണ്ട ഫംഗ്ഷനാണ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഈസ് ഫോളോ അപ്പ് ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് ഫംഗ്ഷൻ. It is a duty of management to train each employee properly to develop a technical skill for the job for which he has been employed, and also to develop him for the higher jobs in the organization. Proper development of personnel is necessary to increase their skill in doing their jobs and in satisfying their growth needs. ഡെവലപ്മെൻറ്റൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയ്മെൻറ്റ് പ്രോസസ്സിന് ശേഷം ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രോഗ്രാംസാണിത്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോബിൽ കൂടുതൽ ടെക്നിക്കൽ നോളജും സ്കില്ലും വരാനായിട്ട് എന്ത് ചെയ്യുക? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് കൊടുക്കുക. സ്പെഷ്യൽ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കും. പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് കൊടുക്കുമ്പോൾ അത് സ്കിൽ എൻഹാൻസ് ചെയ്യുമ്പോൾ ജോബ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ദേ വിൽ ഡിവൈസ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് അവർ ഡെവലപ്പ് ചെയ്യും. സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യും. ദർ ആർ സെവറൽ ഓൺ ദി ജോബ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. പല മെത്തേഡുകളുണ്ട്. ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഓഫ് ദി ജോബ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അതല്ലാതെ ജോലി ടൈം അല്ലാത്ത ടൈമിലും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ഇൻക്ലൂഡ് എ മിക്സ്ചർ ഓഫ് ബോത്ത് ടൈപ്പ് ഓഫ് മെത്തേഡ്. നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഓഫ് ദ ജോബിലും ഓൺ ദ ജോബിലും, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും മിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ HR മാനേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് എംപ്ലോയീസിന് കൊടുക്കുക. അത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ന്യൂ എംപ്ലോയീസിനും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Next function, compensation. This function is concerned with the determination of adequate and equitable remuneration of the employees in the organization of their contribution to the organizational goals. ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി മാക്സിമം എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ജോലിക്ക് പ്രോപ്പറായിട്ട് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദി personnel can be compensated both in terms of monetary as well as non-monetary rewards. സാലറി കൊടുക്കണം. സാലറിയുടെ പുറമെ എക്സ്ട്രാ ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതിന് പുറമെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓർഗനൈസേഷൻസ് കൊടുക്കാറുണ്ട്. ക്യാൻറ്റീൻ ഫെസിലിറ്റി, അക്കോമഡേഷൻ ഫെസിലിറ്റി, റിക്രിയേഷണൽ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് അഡീഷണൽ ആയിട്ട് സാലറിക്ക് പുറമെ മോണിറ്ററി ഫോംസിൽ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ടേംസിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. Factors which must be borne in mind while fixing remuneration of employees are their basic needs, requirements of job, legal provision regarding minimum wages, capacity of the organization to pay, wage level afforded by the competitors, etc. വേജ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് സെയിം ജോബിന് കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വേജ് ലെവൽ ഒന്ന് ശ്രദ്ധിക്കണം. ഓർഗനൈസേഷന് വേജസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ശ്രദ്ധിക്കണം. അതുപോലെ മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള ലീഗൽ പ്രൊവിഷൻസ്, ലോയിൽ എന്താണോ പറയുന്നത് ലീഗൽ പ്രൊവിഷൻസ് ശ്രദ്ധിക്കണം. ഒരു ജോബിൻ്റെ കണ്ടൻറ് എന്താണ്, എത്രത്തോളം കാഠിന്യമേറിയ ജോലിയാണ് അവർ ചെയ്യുന്നത്, ആ ജോലിക്ക് വേണ്ട റെമ്യൂണറേഷൻ ഉറപ്പുവരുത്തണം. അതേപോലെ പേഴ്സണൽസിൻ്റെ എംപ്ലോയീസിൻ്റെ പേഴ്സണലായിട്ടുള്ള നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സാലറി കൊണ്ട് പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം സാലറി ഫിക്സ് ചെയ്യാനായിട്ട്, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. ഫോർ ഫിക്സിംഗ് വേജ് ലെവൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ മേക്ക് യൂസ് ഓഫ് സർട്ടൻ ടെക്നിക് ലൈക്ക് ജോബ് ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ സാലറി ഫിക്സിനൽ ജോബ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട് HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ജോബ് ഇവാലുവേഷൻ, മെറിറ്റ് റേറ്റിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, സാലറി സ്ട്രക്ചർ ഫ്രെയിം ചെയ്യാറുണ്ട്. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ മതിയായ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഫോർത്ത് വൺ, മെയിൻ്റനൻസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് വെൽഫെയർ എൻഷുർ ചെയ്യലാണ് മെയിൻ്റനൻസിലൂടെ. എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഫേം വിട്ട് നെക്സ്റ്റ് കൂടുതൽ നല്ല ഓഫറുള്ള ഫേമിലേക്ക് പോവും. അപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, നല്ല എംപ്ലോയീസിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കണം, HR മാനേജർ ശ്രദ്ധിക്കണം. Merely the appointment and training of employees is not sufficient. They must provide with good working conditions so that they may like their work and workplace and maintain their efficiency.
ഒരു വർക്ക് ചെയ്യാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവരവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടില്ല. കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം, വർക്ക് പ്ലേസ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അവരെ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് മാത്രമല്ല, എംപ്ലോയീസിൻ്റെ മൊറൽ, മോട്ടിവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ ഹെൽത്ത് എൻഷുർ ചെയ്യണം, സേഫ്റ്റി എൻഷുർ ചെയ്യണം, കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസിലായിരിക്കണം അവർ ജോലി ചെയ്യുന്നത്. വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം. അതിനകത്ത് അവർക്ക് റെസ്റ്റ് റൂംസ് വേണം, അതേപോലെ കഫ്തേരിയ പ്രൊവൈഡ് ചെയ്യണം, ഇടയ്ക്കൊക്കെ അവരെ മെൻ്റലി അവരെ ഓക്കെ ആക്കാൻ കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം, അവരുടെ ചിൽഡ്രന് വേണ്ട എഡ്യൂക്കേഷൻ, റിക്രിയേഷണൽ ഫെസിലിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രിഞ്ച് ബെനിഫിറ്റ് പോലെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫേമിനോട് അവർക്കൊരു ആത്മാർത്ഥതയും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും, ജോലി ചെയ്യാനൊരു സാറ്റിസ്ഫാക്ഷനും വരും. അപ്പോൾ അതാണ് മെയിൻ്റെനൻസ് ഉള്ള ഫംഗ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, മോട്ടിവേഷൻ. എംപ്ലോയി വർക്ക് ഇൻ ആർ ഓർഗനൈസേഷൻ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ നീഡ്സ്. ആക്ച്വലി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് എന്താ, ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല, അവരുടെ പേഴ്സണൽ ലൈഫിന് കൂടി വേണ്ടിയാണ്, അല്ലേ? അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം, അവർക്ക് മതിയായ കോൺട്രിബ്യൂഷൻസ്, അവർ ചെയ്യുന്ന ജോലിക്ക് റിവാർഡ്സ് കൊടുക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം, നല്ല സാലറി കൊടുക്കണം, മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കണം, നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അവരെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യലി നോൺ ഫിനാൻഷ്യലി റിവാർഡ്സ് അവർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ അച്ചീവ്മെൻറ്റ്സിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, എപ്പോഴും പണിഷ് ചെയ്യുക, എപ്പോഴും വാൺ ചെയ്യൽ മാത്രമല്ല, ഓക്കെ, കറക്റ്റ് ടൈമിന് അവരെ മോട്ടിവേറ്റ് ചെയ്യലും കൂടിയാണ് HR മാനേജറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പേഴ്സണൽ റെക്കോർഡ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ദി റെക്കോർഡ് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദി എൻ്റർപ്രൈസസ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. നെയിം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എംപ്ലോയീസ് അത് കീപ്പ് ചെയ്യണം. മാത്രമല്ല, ഓരോ എംപ്ലോയീസിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സ്, അതുപോലെ അവരുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോളിസീസ്, അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൊടുക്കാനുള്ളത്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് കീപ്സ് എ ഫുൾ റെക്കോർഡ് ഓഫ് ദെയർ വർക്കേഴ്സ് that is related to their training, achievement, transfer, promotion, etc. It also preserves many other records relating to the behaviour of personnel like absenteeism, labor turnover, personal programs and policies of the organization. മാത്രമല്ല, അവർ റെഗുലറായിട്ട് ആബ്സെൻറ്റീസം കാണിക്കുകയാണ്, ലേബർ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പ്രത്യേക റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ റിലേഷൻ. These days, the responsibility of maintaining good industrial relation is mainly discharged by the human resource manager. The human resource manager can help in collective bargaining, joint consultation, and settlement of disputes if the needs arises. This is because the fact that he is in possession of full information relating to personnel and has a working knowledge of various labor enactments. The human resource manager can do a great deal in maintaining industrial peace in the organization, as he is deeply associated with the various committees on discipline, labor welfare, safety, grievance, etc. He helps in laying down the grievance procedure to redress the grievances of the employees. He also gives authentic information to trade union leaders and convey their views on various labor problems to the top management. ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവിടെ ലേബർ യൂണിയൻ ഇടപെടാറുണ്ട്. ലേബർ യൂണിയനും മാനേജ്മെൻറ്റും തമ്മിൽ ക്ലാഷ് വരാതെ വേണം ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ ക്ലാഷസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ, ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ, അല്ലേ? ഇൻഡിസിപ്ലിൻ വരുന്നത് എപ്പോഴാണ്? അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സൂപ്പർവിഷനോ മാനേജ്മെൻറ്റോ എംപ്ലോയീസിനെ കറക്റ്റായിട്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനോ അവരെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ആരും ഇല്ലാത്തപ്പോഴാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അവരുടെ റെമ്യൂണറേഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടോ വർക്കിംഗ് കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മുൻകൂട്ടി ഒഴിവാക്കി
ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷനൊക്കെ ഫിക്സ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആരെയും കൂടെ കൺസൾട്ട് ചെയ്യുക, ട്രേഡ് യൂണിയനെയും കൂടെ കൺസൾട്ട് ചെയ്യുക, അവരുമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക. ആ ഒരു കോൺസെപ്റ്റാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗ്രീവൻസ് വരെ പരാതി വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കുക. അവരെ സേഫ്റ്റി വെൽഫെയർ ഉറപ്പുവരുത്തുക, ഡിസിപ്ലിൻ ഒക്കെ ഉറപ്പുവരുത്തുക. അതിനൊക്കെ വാരിയസ് കമ്മിറ്റീസ് ഫോം ചെയ്യാറുണ്ട്. ആ കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യലാണ്. അപ്പോൾ ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനൊരു കമ്മിറ്റി, ഡിസിപ്ലിൻ ഒരു കമ്മിറ്റി, അങ്ങനെയൊക്കെ ആകുമ്പോഴെന്താണ് വെൽഫെയറിനൊരു കമ്മിറ്റി, ആ ഒരു പർട്ടിക്കുലർ ഏരിയ അവർ ഹാൻഡിൽ ചെയ്യും. വേറെ കാര്യങ്ങൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് കമ്മിറ്റീനെ ഫോം ചെയ്ത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഓർഗനൈസേഷന് സാധിക്കും. അപ്പോൾ അതാണ് HR മാനേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ. ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു കാര്യത്തിൽ HR മാനേജർക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഏതാണ്? 7th one ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഒരു പോയിൻ്റ് കൂടിയുണ്ട്, സെപ്പറേഷൻ. Since the first function of human resource management is to procure employees, it is logical that last should be the separation and return of that person to society. അല്ലേ, ഒരിക്കലൊരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്തു, ഒരു എംപ്ലോയ്മെൻ്റ് ആയി പ്രൊക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ഒരു എൻഡ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ വന്നു, ലാസ്റ്റ് ഫംഗ്ഷനിലോട്ട് അയാൾ ഒരിക്കലെത്തും. ഒരു പർട്ടിക്കുലർ ഏജിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ ആവാം. എന്താണ്, അയാൾ തിരിച്ച് സൊസൈറ്റിയിലേക്ക് തന്നെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് പീപ്പിൾ ഡു ഡൈ ഓൺ ദ ജോബ്. ചിലർ എന്താണ്, ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ മരണം സംഭവിക്കാറുണ്ട്. ചിലർ അവരുടെ മാക്സിമം ഏജ് അറ്റൈൻ ചെയ്ത് റിട്ടയർ ചെയ്ത് പോകാറുണ്ട്. ചില സ്വമേധയാ റിസൈൻ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ പല സിറ്റുവേഷനിലൂടെയാണ് എംപ്ലോയീസ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്, ഓർഗനൈസേഷൻ വിട്ട് പോകുന്നത്. ദി ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മീറ്റിംഗ് സർട്ടൻ റിക്വയർമെൻറ്റ് ഓഫ് ഡ്യൂ പ്രോസസ്സസ് ഇൻ സെപ്പറേഷൻ ആസ് വെൽ ആസ് അഷ്യൂറിംഗ് ദാറ്റ് ദ റിട്ടേൺഡ് പേഴ്സൺ ഈസ് ഇൻ ആസ് ഗുഡ് ഷേപ്പ് ആസ് പോസിബിൾ. The personnel manager has to ensure the release of retirement benefit to the retiring person in time. അപ്പോൾ അത്രയും കാലത്തെ സർവീസ് ഓർഗനൈസേഷന് വേണ്ടി അവർ ചെയ്തതിന് അവർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലെയുള്ള ബെനിഫിറ്റുകൾ എൻഷുർ ചെയ്യാൻ ഓർഗനൈസേഷൻ ശ്രദ്ധിക്കണം. അവർ ജോലി വിട്ടു പോകുന്ന സമയത്ത് ഒരുപാട് വർഷം ആ ഓർഗനൈസേഷന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതാണ്. ഓർഗനൈസേഷൻ അവർക്ക് കോമ്പൻസേഷൻ റെമ്യൂണറേഷനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരുപാട് നല്ല ഏജിൽ അവർ മാക്സിമം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടാകും ഓർഗനൈസേഷൻ. അപ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ എന്താ പറയുക, നല്ല സമയമൊക്കെ കഴിഞ്ഞ് അവർ വയ്യാത്തൊരു സമയമായിട്ടുണ്ടാകും. ആ അസറ്റ് ഡിസ്പോസ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് സേഫ് ആവാൻ വേണ്ട ബെനിഫിറ്റ്സ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. These are the important managerial function. And third one, advisory function. Advisory function, first one, advised to top management. HR മാനേജറുടെ മറ്റൊരു ഫംഗ്ഷനാണ് ടോപ്പ് മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് അഡ്വൈസസ് കൊടുക്കാറുണ്ട്. Personal manager or HR manager advises the top management in formulation and evaluation of personal programs, policies and procedures. അപ്പോൾ HR റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുമ്പോൾ, പ്രൊസീജിയേഴ്സ് പ്രോഗ്രാംസ് ഫ്രെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഹി ഓൾസോ ഗിവ് അഡ്വൈസ് ഫോർ അച്ചീവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഹൈ എംപ്ലോയി മൊറൈൽ. ഹ്യൂമൻ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ട അഡ്വൈസസും ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, അഡ്വൈസർ ടു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. പേഴ്സണൽ മാനേജർ ഓഫർ അഡ്വൈസസ് to head of various departments on matters such as manpower planning, job analysis and design, recruitment and selection, placement, training, performance appraisal. Then departmental headsന് ഡിഫറെൻറ്റ് ഫംഗ്ഷനിങ് ആണ്. ഓരോ ഓർഗനൈസേഷനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഫംഗ്ഷനും ഓരോ ഹെഡ് ഉണ്ടായിരിക്കും. അവർ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സായിട്ട് അറിയപ്പെടും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനും അവരുടേതായിട്ടുള്ള അവരുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിനെ എന്താ പറയുക മാനേജ് ചെയ്യണം. അപ്പോൾ അവരുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യുമ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് HR മാനേജേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജോബ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ട്, മാൻ പവർ പ്ലാനിങ്, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ നീഡ് ആൻഡ് വോൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടി,
അതേപോലെ ജോബ് ഡിസൈൻ ചെയ്യാം, റിക്രൂട്ട്മെൻറ്റിൽ, സെലക്ഷനിൽ, പ്ലേസ്മെൻറ്റിൽ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിൽ, മെറിറ്റ് റേറ്റിങ്ങിൽ, പെർഫോമൻസ് അപ്രൈസൽ, ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനും ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്തിട്ട് HR മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് HRM, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.